BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ പാലക്കാട്, തൃപ്പൂണിത്തറ, തിരുവനന്തപുരം മൂന്നിടങ്ങളിലും ഇന്ത്യ മുന്നണി രൂപീകരിക്കുമെന്ന രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ മൂന്നിടങ്ങളിലും BJPക്ക് അധികാരത്തിലെത്താൻ കഴിയില്ലേ? BJPക്ക് അധികാരത്തിലെത്താൻ കഴിയുമെന്ന് അവർക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇപ്പോൾ തന്നെ ജനവിധിക്കെതിരായി ഇടതു മുന്നണിയും വലതു മുന്നണിയും എന്തെങ്കിലും തരികിട കാണിച്ചാൽ അതിനൊരു പ്ലാൻ ബിയും പ്ലാൻ സിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജനഹിതമാണ് പ്രധാനം, ജനഹിതത്തിനനുസരിച്ച് നീങ്ങണം എല്ലാ പാർട്ടികളും എന്നുള്ളതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ മെസ്സേജ്. അതുകൊണ്ട് തിരുവനന്തപുരത്തായാലും പാലക്കാടായാലും തൃപ്പൂണിത്തറയായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനഹിതം നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോകാവൂ. അത് ധാർമ്മിക അടിത്തറയിലുള്ളതായിരിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അടവ് നയം എന്ന പേരിൽ എന്തെങ്കിലും അഭ്യാസവുമായിട്ട് വന്നാൽ പ്ലാൻ ബിയും പ്ലാൻ എയും പ്ലാൻ സിയും ഒക്കെ രംഗത്ത് വരും. അല്ല, പാലക്കാടും തിരുവനന്തപുരത്തും സ്വതന്ത്രന് പിന്തുണ പ്രഖ്യാപിക്കാനുള്ള എല്ലാ നീക്കങ്ങളും തുടരുകയാണല്ലോ. തീർച്ചയായിട്ടും അതാണ് പ്ലാൻ എ. അത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള നീക്കമാണ്. അത് തന്നെയാണ് പ്രമുഖമായിട്ട് നോക്കുന്നത്. പക്ഷേ ഇതിനെ അട്ടിമറിക്കാൻ എത്രത്തോളം കഴിയും എന്നുള്ളതാണ് രഹസ്യമായി CPM-ഉം BJP-യും ശ്രമിക്കുന്നത്. പക്ഷേ അത് അവർക്ക് വിലങ്ങുതടിയായി മാറും. അല്ല, അത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് CPM ഇത്തരം ഒരു നിലപാടിലേക്ക് പോകുന്നത്? കാരണം അങ്ങനെ BJP-യെ പൂർണ്ണമായി തന്നെ ഒഴിവാക്കിയാൽ തങ്ങളിലേക്ക് വോട്ടുകൾ ഒഴുകിയെത്തുമെന്നാണ് ഈ രണ്ട് മുന്നണികളും വിചാരിക്കുന്നത്. അത് അങ്ങനെയാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ അവർ വലിയ വിഡ്ഢിത്തരത്തിൽ ചെന്ന് എത്തും എന്നുള്ളതാണ്. കാരണം സ്വാഭാവികമായി ഒരു മുന്നണിക്ക് വീണ്ടും ഒരു ഹിന്ദു പോളറൈസേഷന് അവസരം കൂടി ഒരുക്കുകയായിരിക്കും. അത് ഇപ്പോൾ കോൺഗ്രസിലും അതുപോലെ തന്നെ CPM-ലും അവശേഷിക്കുന്ന ഹിന്ദുക്കളെ കൂടി പുറത്താക്കാനായിരിക്കും അത് ഉപയോഗിക്കുക. ഇപ്പം തന്നെ വലിയ തോതിൽ വിമർശനമുണ്ട്. BJP-യുടെ പല സീറ്റുകളും തകർക്കാനായിട്ട് തിരുവനന്തപുരത്തടക്കം CPM-ന്റെ പ്രവർത്തകരായിരുന്ന മുസ്ലിങ്ങൾ മാറി വോട്ട് ചെയ്തിട്ടുണ്ട്. CPM-ൽ വോട്ട് ചോർച്ച വന്നിട്ടുണ്ട്. ആ വോട്ട് ചോർച്ച കുറച്ച ഹിന്ദുക്കളിൽ നിന്നല്ല വന്നിരിക്കുന്നത്, അധികവും മുസ്ലിം കേഡറുകളിൽ നിന്നാണ്, മുസ്ലിം സഖാക്കളിൽ നിന്നാണ് എന്നുള്ളതാണ്. പാർട്ടി അതിനെക്കുറിച്ച് വിശകലനം നടത്താനിരിക്കുന്നതേ ഉള്ളൂ. അത് ഇനി വരുന്ന നാളുകളിലെ പൂർണ്ണമായും വ്യക്തമായി വരികയും. അപ്പോൾ വീണ്ടും ഒരു വലിയ പോളറൈസേഷന് വന്നാൽ ഏതാണ്ട് BJP ഉദ്ദേശിക്കുന്നത് 40ഓളം മണ്ഡലങ്ങളിൽ ഒരു ത്രികോണ മത്സരം, ശക്തമായ ത്രികോണ മത്സരമാണ് ഇനി വരുന്ന അസംബ്ലിക്ക് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ബലപ്പെടുത്താനായിട്ട് കഴിയും. നിലവിലെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 2 സീറ്റുകളിലാണ് BJP മുന്നിലുള്ളത്. അത് അസംബ്ലിയും പാർലമെന്റും തമ്മിൽ നമ്മൾ നിയമസഭയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട എന്നതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണവും അസംബ്ലിയും തമ്മിലും കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. അന്ന് വരുന്ന ഇക്വേഷൻ വേറെയാണ്, അന്ന് വരുന്ന ജനങ്ങളുടെ ഫോക്കസ് വേറെയാണ്. ഇപ്പൊ ഇവിടെ വേറെ ഒന്നുമില്ല. ഈ ചെറിയ വാർഡിൽ ഒരു താമര വിരിയിക്കുന്നതിന് എന്ത് വേണം, അത് മാത്രമാണ് ഇവിടെ പല വാർഡുകളിലും ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നത്. ഇതിനിടയ്ക്ക് തിരുവനന്തപുരത്ത് പോലും കോൺഗ്രസ് നേടിയ 19-ൽ 4-5 സീറ്റുകളിൽ വളരെ ഭംഗിയായി CPM-ൽ നിന്ന് മുസ്ലിം വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലൊരു അന്തർധാര നടന്നിട്ടുണ്ട്. അത് BJP-യും പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, CPM-ഉം അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ഇനി ഒരു കളി വരികയാണെങ്കിൽ അതിന് വേറെ ചില നീക്കങ്ങൾ BJP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അല്ല, പണ്ട് തന്നെ BJP പറഞ്ഞിരുന്നതാണ് ഭാവിയിലും കേരളത്തിൽ ഇന്ത്യ മുന്നണി രൂപപ്പെടും, അല്ലെങ്കിൽ പണ്ടത്തെ UPA അത് കേരളത്തിൽ രൂപപ്പെടുമെന്ന് പറയുന്നത് അത് അതിവേഗം കേരളത്തിൽ കടന്നു വരികയാണ്. അത് അതിവേഗം വന്നാൽ അതിവേഗം ബംഗാളായി മാറും. അപ്പോൾ CPM-നാണ് തിരിച്ചടി. CPM-നും തിരിച്ചടി വരും, കോൺഗ്രസിനും തിരിച്ചടി വരും. കാരണം അവരുടെ ഒരു സൈഡിലേക്ക് മാറുകയും മറു സൈഡിലേക്ക് NDA ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സാഹചര്യം വരികയും ചെയ്യും. ഈ സാഹചര്യത്തിൽ NDAയുടെ ഗ്രാസ് റൂട്ട് കുറച്ചുകൂടെ ശക്തമാകും. കുറെ കൂടി ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും ഇപ്പുറത്തേക്ക് വരാനും വഴിതെളിക്കും. ഇത് ഭംഗിയായി പ്രൊപ്പഗാൻഡയോടുകൂടി അവതരിപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖർക്ക് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഹിന്ദു ക്രിസ്ത്യൻ പോളറൈസേഷൻ ഇപ്പുറത്തേക്കും
കുറച്ച് ഹിന്ദുക്കളും കുറച്ച് ക്രിസ്ത്യാനികളും വലിയ വിഭാഗം മുസ്ലിങ്ങളുമായിട്ട് UDF, CPI, CPM ഫോക്കസിലേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യം വരും. അതുണ്ടാക്കാതിരിക്കാൻ ബുദ്ധിപൂർവ്വം CPM നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം CPM-ന് ബംഗാളിലെ അനുഭവം അറിയാം. കോൺഗ്രസിൻ്റെ കൂടെ കൂടിയതാണ് ബംഗാളിൽ CPM-ന് വലിയ തകർച്ച വന്നത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ 1-2 ഇലക്ഷൻ കഴിയുമ്പോഴെങ്കിലും കരകയറാനുള്ള സാഹചര്യം ഉണ്ടാവുമായിരുന്നു. ഇന്ന് അവർ ഒരു ചേരിയിലേക്ക് മാറിയിരിക്കുന്നു. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ചേരിയിലേക്ക് മാറിയിരിക്കുന്നു. ഈ കോർപ്പറേഷൻ ഭരണത്തിലൂടെ വലിയ ലക്ഷ്യങ്ങളാണ് BJP ഇടുന്നത്. പക്ഷേ കഴിഞ്ഞ പാലക്കാട് ഭരണം നോക്കുകയാണെങ്കിൽ കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, അത് നഷ്ടമായി. പന്തളം ഭരണം നോക്കുകയാണെങ്കിൽ അത് നഷ്ടമായി. അങ്ങനെ പല പഞ്ചായത്തുകളിലും അവർ ഭരിച്ചിരുന്ന ഇടങ്ങൾ നഷ്ടമായി. പിന്നീട് പല ഭാഗങ്ങളിൽ നിന്ന് പിടിച്ചാണ് പുതിയ ഭരണത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ നഗരസഭയിൽ അങ്ങനെ ഒരു തകർച്ച ഉണ്ടാകുമോ? നഗരസഭയിൽ അത്തരത്തിലൊരു തകർച്ച ഉണ്ടാകാതിരിക്കണമെങ്കിൽ സദ്ഭരണം എന്ന അല്ലെങ്കിൽ വികസിത അനന്തപുരി എന്ന സ്ലോഗൻ ഭംഗിയായി നടപ്പിലാക്കാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ BJP-ക്ക് പറ്റിയ കുഴപ്പം നേമത്ത് താമര വിരിഞ്ഞു. പക്ഷേ നേമത്ത് താമര വിരിഞ്ഞതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ളത് നേമത്തുകാർക്കോ അല്ലെങ്കിൽ നേമത്ത് പുറത്തുള്ള മണ്ഡലംകാർക്കോ മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ രീതിയിലുള്ള പ്രവർത്തനം അവിടെ നടന്നില്ല, വികസന പ്രവർത്തനം അവിടെ നടന്നില്ല. അത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ പരാജയമുണ്ട്, ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധക്കുറവുണ്ടായിരിക്കാം. അവിടെ നിന്ന് ജയിച്ച രാജഗോപാൽ എന്ന ഉത്തമനായ നേതാവിൻ്റെ പ്രായാധിക്യം എന്ന പ്രശ്നവും ഉണ്ടായിരിക്കാം. എന്തായാലും ആ ഒരു വീക്ക്നെസ് ജനങ്ങൾ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനി ആവർത്തിക്കുക. അതുപോലെ തന്നെയാണ് പാലക്കാട് കൂട്ടത്തല്ലും പ്രശ്നങ്ങളും വന്നത്, പന്തളത്തും ചില പ്രശ്നങ്ങൾ വന്നു. ഇനി അത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിലൂടെ കൂട്ടിച്ചേർക്കാനുള്ള മറ്റൊരു സംഭവമുണ്ട്, തൃശ്ശൂർ. അതെ, തൃശ്ശൂർ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. തൃശ്ശൂർ തിരിച്ചടി ഉണ്ടായി. പിന്നെ അതിന് കാരണം, വേറൊരു പ്രധാന കാരണമുണ്ട്. ഇപ്പൊ എന്തുകൊണ്ടാണ് തൃപ്പൂണിത്തറയിൽ വിജയമുണ്ടായത്? തൃപ്പൂണിത്തറ അധികം ഫോക്കസ് ചെയ്തില്ലാരും. BJP ഫോക്കസ് ചെയ്തു, എതിർ കക്ഷികൾ ഫോക്കസ് ചെയ്തില്ല. ഇതൊരു ടാർഗറ്റഡ് മൂവ്മെന്റ് ആണ്. BJP എവിടെ ജയിക്കുമോ അവിടെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുകൾ വരുന്നുണ്ടോ? അങ്ങനെ ഒരു നീക്കം തൃശ്ശൂരിൽ നടന്നിട്ടുണ്ട്. തൃശ്ശൂരിലും ഫോക്കസ് മാറ്റി ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അത് അവർ തൃശ്ശൂരിലെ നേതൃത്വവും അതിൻ്റെ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ അന്തർധാരകൾ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ BJP-ക്ക് അത്ര വലിയൊരു ഇടിയൊഴുക്ക് അവിടെ വരാൻ സാധ്യത കുറവാണ്. പിന്നെ തീർച്ചയായിട്ടും കുറച്ച് അവിടുത്തെ MP ആയ സുരേഷ് ഗോപിയിൽ നിന്നും അവർ പ്രതീക്ഷിച്ച അത്ര ഒരു മേന്മ ഉണ്ടായോ എന്ന് ജനത്തിന് സംശയം ഉണ്ടായി കാണണം. അതിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിനെ ബ്ലാക്ക് ഫേസിലാക്കി നിർത്തുന്നതിന് മീഡിയ ഉൾപ്പെടെ നടത്തിയ ശ്രമം. അതിന് അദ്ദേഹം ഒരു പോസ്റ്റർ വെച്ച് നിന്നു കൊടുത്തതും അതിനൊരു ഘടകം തന്നെയാണ്. പക്ഷെ എന്തായാലും തിരുവനന്തപുരത്ത് അത്തരത്തിലൊരു നീക്കത്തിന് സാധ്യതയില്ല. ഇവിടെ ഉത്തമനായ ഒരു മേയറെ തന്നെ കണ്ടെത്തും. പ്രത്യേകിച്ച് SP ദീപക്, ശിവജി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ CPM-ൽ നിന്ന് ജയിച്ചു വന്നിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്ത്രശാലിയായ ഒരു മേയറെ തന്നെ വേണം എന്നുള്ളത് CPM ഇതിനകം കണക്കാക്കിയിട്ടുണ്ട്, BJP ഇതിനകം കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ശ്രീരേഖ IPS-ന് ഈ പദവി കൊടുക്കണമോ അതോ VV രാജേഷിനെ പോലുള്ളവർക്ക് വേണമോ, അതോ അതിനേക്കാൾ നിർണായകമായ എന്തെങ്കിലും നീക്കം നടത്താൻ കഴിയുന്നവർക്ക് വേണമോ എന്നുള്ള ചിന്തയിലാണ് ഇത് മേയർ സ്ഥാനം ഇപ്പോൾ ചാടിക്കറി പ്രഖ്യാപിക്കാത്തത്. അത് വളരെ കാൽക്കുലേറ്റ് ചെയ്തായിരിക്കും അത് വരുന്നത്. കാരണം 2 പ്രമുഖ നേതാക്കൾ, ദീപക് ആയാലും ശിവജി ആയാലും ഒരു MLA സ്റ്റേച്ചറിൽ നിൽക്കുന്ന 2 നേതാക്കളാണ്. അവർക്ക് ഒരുപക്ഷെ ഫ്ലോർ മാനേജ്മെൻറ്റിൽ ഒരുപാട് തന്ത്രങ്ങളും കളികളും നടത്താൻ കഴിയും. ശ്രീരേഖ IPS-ന് ഒരുപക്ഷെ അഡ്മിനിസ്ട്രേഷന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞേക്കും. പക്ഷേ അഡ്മിനിസ്ട്രേഷൻ അല്ല, അവിടെ ഒരുപാട് ഫ്ലോർ മാനേജ്മെൻറ്റും ഒരുപാട് പൊളിറ്റിക്കൽ ഇഷ്യൂസും വരുന്നത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മേയറെ ഇപ്പോൾ ആവശ്യമാണ് എന്നുള്ളൊരു റീതിങ്കിങ് BJP-യുടെ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്, RC-ക്കുണ്ട്. അത് കൂടെ കണക്കിലെടുത്തായിരിക്കും തിരുവനന്തപുരത്തെ മേയർ ആരാകുമെന്ന് പൂർണ്ണമായും നിശ്ചയിക്കുക. അതിൽ ശ്രീരേഖ IPS-നും പ്രാധാന്യമുണ്ട്. പക്ഷേ ആ പ്രാധാന്യം എവിടെ ഉപയോഗിക്കണം, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡെപ്യൂട്ടി മേയറിലാണോ ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. കാരണം ഡെപ്യൂട്ടി മേയർ എന്ന് പറയുന്നത് ധനകാര്യമന്ത്രിയാണ്, ഒരു കോർപ്പറേഷൻ്റെ ധനകാര്യമന്ത്രിയാണ് ഡെപ്യൂട്ടി മേയർ. ആ മാനേജ്മെൻറ്റിന് യോഗ്യയായിട്ട് നിൽക്കുന്ന ആളാണോ അതോ മേയറായിട്ടാണോ എന്നുള്ളത്
ഇപ്പോൾ ഒരു റീതിങ്കിങ് വന്നിട്ടുണ്ട്. ആ റീതിങ്കിങ്ങിൻ്റെ കാരണം മറ്റൊന്നുമല്ല, വളരെ നിർണായകമായൊരു ഭൂരിപക്ഷത്തിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ അവിടെ ഫ്ലോർ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ രാഷ്ട്രീയമായ ചില ചടുല നീക്കങ്ങളും നേരിടാൻ കഴിയുന്ന ഒരു മേയർ തന്നെ ആവശ്യമാണ് എന്നുള്ളത് BJPയെ ഒരിക്കൽ കൂടി ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.